മക്കളെ, അപ്പോൾ ഓണം എക്സാമിൻ്റെ അവസാന നിമിഷത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച നമ്മുടെ കേരള പാഠാവലി മലയാളം ഫസ്റ്റിൻ്റെ എക്സാം ആണ്. അപ്പോൾ പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞോ? എവിടം വരെ വായിച്ചെത്തി എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക, കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തുവിട്ട സമയത്ത് കുറച്ചധികം മാറ്റങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വർഷം തൊട്ട്, ഈ ഒരു ഓണം എക്സാം തൊട്ടിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ള കാര്യത്തിലൊക്കെ മക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മലയാളത്തിൻ്റെ ചോദ്യ പേപ്പർ ഏത് രീതിയിലായിരിക്കും, അതിൻ്റെ ഒരു മാതൃകയാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ആക്ടിവിറ്റി ഏതൊക്കെ പാഠഭാഗത്തു നിന്നാണ് വരുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, നിങ്ങൾക്ക് 2 യൂണിറ്റ് ആണ്. ഏതൊക്കെയായിരുന്നു നമ്മുടെ യൂണിറ്റ്? ഇത്തിരി പൂവേ കുരുന്നു പൂവേ, അതേപോലെ ഒപ്പം ചിരിക്കാം ഓർത്ത് ചിരിക്കാം. ഈ 2 യൂണിറ്റിൽ നിന്ന് നമുക്ക് 3 വീതം 6 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, കറക്റ്റായിട്ട് ചാപ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, നന്നായിട്ട് വായിച്ച് വെക്കുക. അതേപോലെ എഴുതിയത് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് വെക്കുക. ഇനി എങ്ങനെയാണ് ചോദ്യങ്ങൾ വരാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ചോദ്യ പേപ്പറിൽ തുടക്കത്തിൽ കുറച്ച് നിർദ്ദേശങ്ങൾ ഉണ്ടാവും. അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് 2 മണിക്കൂർ 15 മിനിറ്റ് ആണ് എക്സാമിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ നിർദ്ദേശം എന്താ, ആകെ സമയത്തിൻ്റെ ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കുക. ആദ്യം നിങ്ങൾക്കൊരു കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് കിട്ടും. ആ ഒരു 15 മിനിറ്റിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഉത്തരങ്ങൾ നമ്മൾ വായിച്ച പാഠഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണല്ലോ നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ എവിടേക്ക് എന്തൊക്കെ പോയിന്റ്സ് ആണ് എഴുതേണ്ടതെന്നുള്ള ആ ഉത്തരങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യാനുള്ള ഒരു സമയമാണ് ആദ്യത്തെ 15 മിനിറ്റ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇനി അടുത്തത് എന്താ മക്കളെ, 6 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലമായാലും 8 ആക്ടിവിറ്റിയിൽ ഏതെങ്കിലും മാറണം. ആ രീതിയിലായിരുന്നു 5ാം ക്ലാസ്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ. പക്ഷേ ഇപ്രാവശ്യം ഏതെങ്കിലും 6 അല്ല നമുക്ക് എഴുതേണ്ടത്, അതിന് തന്നെ കൃത്യമായിട്ട് ചോയ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് 5, 6 അവസാനത്തെ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടാവും. A ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ B ക്വസ്റ്റ്യനോ, അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം വളരെ ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങളുടെ പാഠഭാഗത്തിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമല്ല. ഒരു കവിതയോ അല്ലെങ്കിൽ ഒരു കഥയുടെ ഭാഗമോ നിങ്ങൾക്ക് തന്നിട്ട് ആ ഒരു ഭാഗം വായിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമായിരിക്കില്ല, കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു കവിത തന്നിട്ടുണ്ട്, മധുര മലയാളം എന്ന് പറഞ്ഞ ഒരു കവിത തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ 1, 2, 3, 4 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതേപോലെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, നല്ലോണം മനസ്സിരുത്തി എന്ത് ചെയ്യുക, കവിതയോ അല്ലെങ്കിൽ ആ കഥാഭാഗം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിനെ അടിസ്ഥാനമാക്കി ചോദിച്ചിട്ടുള്ള ആ ചോദ്യങ്ങൾക്ക് 4 ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുക, ഉത്തരം എഴുതുക. അതിൽ പലതും എന്ത് ചെയ്യുക, ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഓപ്ഷൻസ് ആണ് എല്ലാം എന്താ ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം, അതിൻ്റെ ഉള്ളിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ശരി ഉത്തരം എന്ത് ചെയ്യാം, എടുത്തെഴുതാവുന്നതാണ്. ഇത് വളരെ എളുപ്പമുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് 2ാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മഴയനുഭവമാണ്. ഇത് നിങ്ങൾ പഠിച്ച ഒന്നാമത്തെ യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ യൂണിറ്റ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇത്തിരി പൂവേ കുരുന്നു പൂവേ, അതേപോലെ നിങ്ങൾക്ക് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ വരുന്നുണ്ട്, ഒരു മഴയുടെ അനുഭവം ചോദിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ആ ഒരു വരികളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ്, നിങ്ങൾക്ക് 4 ഓപ്ഷൻ തന്നിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതേപോലെ ഇതും പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകാൻ കാരണം, ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആൻസർ. ഈ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ മാരത്തോൺ ലൈവിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട. ഇനി 3ാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ലഘു ഉപന്യാസമാണ്. ഇതും നിങ്ങളുടെ 2ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇത്തിരി പൂവേ കുരുന്നു പൂവേനെ അടിസ്ഥാനമാക്കിയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി 4ാമത്തെ കഥാപാത്ര നിരൂപണം, നീർനാഗം എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു നോവലിൽ നിന്ന് എടുത്തൊരു ഭാഗമാണ്. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു കഥാപാത്രം, അതിപ്പോൾ കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത് ആരെയും പറ്റിയും ചോദിക്കാം. അവിടെ നമുക്കൊരു ബാപ്പയുണ്ട്, അതേപോലെ കുട്ടി ബഷീറുണ്ട്, ഉമ്മയുണ്ട്, അങ്ങനെ കുറച്ചധികം കഥാപാത്രങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആരെ വേണമെങ്കിലും ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കഥാപാത്ര നിരൂപണം കൃത്യമായിട്ട് പഠിക്കണം. അത് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നീർനാഗത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു ആക്ടിവിറ്റി കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതേമാതിരി 5ാമത്തെ ആക്ടിവിറ്റി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 5ാമത്തെ 6ാമത്തെ ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. അതായത് 5ാമത്തെ ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് ഒരു A ക്വസ്റ്റ്യൻ ഉണ്ട്, അതേപോലെ ഒരു B ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ എന്താണ്, ഒരു പോസ്റ്ററാണ് ചോദിച്ചിട്ടുള്ളത്.
പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെ അവതരിപ്പിക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ. ഇല്ലെങ്കിൽ എന്താണ്, രണ്ടാമത്തെ നോട്ടീസാണ്. അപ്പോൾ ബഷീർ അനുസ്മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നോട്ടീസ്. അപ്പോൾ പോസ്റ്റർ, നോട്ടീസ് തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നത്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എഴുതിയാൽ മതി. ഇത് നമ്മുടെ യൂണിറ്റ് 2, നമ്മുടെ ഒപ്പം ചിരിക്കാം ഓർത്ത് ചിരിക്കാം, ആ ഒരു യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി അടുത്ത അവസാനത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ജീവചരിത്രക്കുറിപ്പ് അല്ലെങ്കിൽ ആസ്വാദനക്കുറിപ്പ്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ രണ്ടും വരുന്ന സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജീവചരിത്രക്കുറിപ്പാണെങ്കിൽ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കാരണം കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ നമുക്ക് ജീവചരിത്രക്കുറിപ്പ് കഴിഞ്ഞു. അതേപോലെ ആസ്വാദനക്കുറിപ്പ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കവിതാ ഭാഗം തന്നു. ചിലപ്പോൾ നിങ്ങൾ പഠിച്ച ഒരു കവിത തന്നെ തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്നുള്ളൊരു കവിത തന്നിട്ട് അത് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ നമുക്ക് 2 ചോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ പഠിച്ച ഭാഗം മാത്രം നിങ്ങൾക്ക് എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ്. 6 ആക്ടിവിറ്റീസിൽ തന്നെ അവസാനത്തെ 2 ചോയ്സ് ഉണ്ടാവും. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് എഴുതാം. ഈ രീതിയിലാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾ പാഠഭാഗങ്ങളൊന്നും വായിച്ച് എവിടെ എത്തിയിട്ടില്ല, കുറേ കാര്യങ്ങളൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എന്നാണ് നമ്മുടെ മാരത്തോൺ, നമ്മുടെ എക്സാം മൺഡേ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് സൺഡേ നിങ്ങൾക്ക് ലൈവ് വരുന്നുണ്ട്. മാരത്തോൺ ലൈവ് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പങ്കെടുക്കുക. സൺഡേ ലൈവ് ഉണ്ട്. അതേപോലെ മൺഡേ രാവിലെ നിങ്ങൾക്ക് മോർണിംഗ് ബൂസ്റ്ററും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സൺഡേ ലൈവിൽ നിങ്ങൾ അർച്ചന മിസ്സും കൂടി ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒന്നും മാറി ഓർത്ത് നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട. അപ്പോൾ ഏകദേശം നമ്മുടെ ചോദ്യ പേപ്പർ ഏത് രീതിയിലാണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ മക്കളെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, സൺഡേത്തെ മാരത്തോൺ ലൈവിൽ നിങ്ങൾ കറക്റ്റായിട്ട് പങ്കെടുക്കുക. അതേപോലെ മോർണിംഗ് ബൂസ്റ്ററും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ള കാര്യത്തിൽ അവസാനമായിട്ട് നമുക്ക് റിവൈസ് ചെയ്ത് നല്ല രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ കൃത്യമായിട്ട് മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവരോടും എന്ത് ചെയ്യുക, ലൈവ് അറ്റൻഡ് ചെയ്ത് വരാൻ പറയുക. അതേപോലെ മലയാളമായിട്ട് ബന്ധപ്പെട്ട എക്സ്ട്രാ വീഡിയോസൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് കണ്ട് പഠിക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉറപ്പുള്ള കുറേ ചോദ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ അത്രയുള്ള മക്കളെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സൺഡേത്തെ ലൈവ് മിസ്സാക്കേണ്ട. ഓക്കെ, ശരി.